അങ്ങനെ ഗ്രിൽ ചിക്കൻ ചൂടാനുള്ള ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാർട്ടിക്കാരെന്ത് പറഞ്ഞോ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്നും കുറച്ചിട്ടില്ല. എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡോറിന് നമ്മൾ ഫ്രെയിം അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പാർട്ടിക്കാരോട് പറഞ്ഞു. പാർട്ടിക്കാർ പറഞ്ഞു പരമാവധി ഭംഗിയാക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണല്ലോ കാണുന്ന വശം. അപ്പോൾ മോൾ വശം മാത്രം നമ്മൾ ഫ്രെയിം അടിച്ച് ചെയ്തു കിട്ടാം. പിന്നെ ഇതിൽ ചെറിയൊരു പോരായ്മ ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം പാർട്ടിക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഇവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ നിൽക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് കുത്തനെ നിൽക്കും കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയാൻ പാടില്ല, കറക്റ്റ് കുത്തനെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ കറക്റ്റ് കുത്തനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഗ്രില്ലിന് 2 ഹാൻഡിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് 2 ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഒരു ഈ വെണ്ണൂറെല്ലാം വീണ് കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു വെൽപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രില്ലും കൂടി വേണ്ടതായിരുന്നു ഈ കരിക്കട്ട ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ പോരായ്മ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 2 ഗ്രില്ല് അടിക്കണം. മുകളിൽ ചിക്കൻ ചൂടാനുള്ള ഗ്രില്ല്, അടിയിൽ കരിക്കട്ട ഇടാനുള്ള ഗ്രില്ല് വേണമെന്ന് പറഞ്ഞു അവരോട്. പക്ഷെ അവരുടെ കയ്യിൽ പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവർ ഓക്കെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് ഹാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ലൈഡിങ്ങിൻ്റെ ഡോറിന് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.